ഹായ്, നമസ്കാരം. അപ്പോൾ ടൈൽ മാസ്റ്റേഴ്സ് തലശ്ശേരി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നമ്മൾ പല വീടുകളിലും ചെല്ലും, മെഷർമെന്റ് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് വീട്ടുകാർക്ക് പലർക്കും സംശയമുണ്ട്, ടൈലാണോ നല്ലത്, അതുപോലെ ഗ്രാനൈറ്റ് ആണോ, മാർബിളാണോ ഫ്ലോറിങ്ങിന് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു വീട്ടിലേക്ക് ഇപ്പോൾ നമ്മുടെ ഓരോ വീടും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നുണ്ടാവും. എന്നാലും ഞാൻ പറയാം, നമ്മളിപ്പോൾ എത്ര വില കൂടിയ മെറ്റീരിയൽ മേടിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ടൈലായിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, നമ്മൾ എത്ര വില കൂടിയ മെറ്റീരിയൽ മേടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ലേബേഴ്സ്, അതായത് നമ്മൾ പണി കൊടുക്കുന്ന ആള് കൃത്യമായിട്ട് ചെയ്യുന്ന ആളല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. ഇപ്പൊ എന്ത് പറ്റും, ഇപ്പൊ മാർബിൾ വെക്കുന്ന വീട്ടിലും ചിലര് ഹിന്ദിക്കാരെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് പൈസ കുറവ് നോക്കിയിട്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ, 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴത്തേനും അത് മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതുപോലെ ഗ്രാനൈറ്റ് വെക്കുന്ന, ടൈൽസ് വെക്കുന്ന, അങ്ങനെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് മെറ്റീരിയൽ ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ലേബേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു വർക്ക് കൊടുക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അവർ ചെയ്ത വർക്ക് പോയി ചെക്ക് ചെയ്യണം. അവരെ വർക്ക് എത്രത്തോളം ആ വീട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്ക് കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകൾക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് 2-3 രൂപ കുറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിൽ നിന്ന് നമുക്ക് ഒരു 2000-3000 രൂപയാന്ന്, അല്ലെങ്കിൽ പോട്ടെ ഒരു 10,000 രൂപയാന്ന് നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുകയെന്ന് വിചാരിക്കുക. നേരെ മറിച്ച് നമ്മളത് 1 കൊല്ലം കഴിഞ്ഞിട്ട് പറിച്ച് മാറ്റി വെക്കണമെങ്കിൽ എന്താവും, നമ്മളിപ്പോൾ ചെലവാക്കിയതിന്റെ ഡബിള് പൈസ ചെലവാക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. നിങ്ങൾ ദയവ് ചെയ്ത് നല്ല വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ നാട്ടിലെ എവിടെയാണോ അവിടെ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് വർക്ക് കൊടുക്കുക. ഒരു സ്ക്വയർ ഫീറ്റിന് 2-3 രൂപ കൂടുതൽ വരുമ്പോൾ അവർ അത്രയും നീറ്റിൽ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ആ കാര്യമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ടൈൽസ് എടുക്കാൻ പോകുന്നല്ലേ, ഈ ഗ്രാനൈറ്റ് മാർബിളൊക്കെ എടുക്കാൻ പോകുമ്പോൾ പണി അറിയാവുന്നവരെ കൂട്ടിയിട്ട് തന്നെ പോകണം. വർക്കേഴ്സിനെ കൂട്ടിയിട്ട് പോകാണ്ട് എടുക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് ഈ കാണുമ്പോൾ തന്നെ ഓരോ സാധനം, നമ്മൾ പല സാധനങ്ങൾ ചെയ്യുന്ന. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിന് ഇന്ന പ്രശ്നങ്ങളുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങളതിന്റെ മൊഞ്ച് കണ്ട് മാത്രം എടുത്തിട്ട് വരും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. കുണ്ണെന്ന് വെച്ച് 1 കൊല്ലം കഴിയുമ്പോഴത്തേനും ഉണ്ടായി ഇളകാൻ തുടങ്ങും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഗ്രാനൈറ്റ് തന്നെ ചെറിയ പൈസക്ക് ഈ ബാംഗ്ലൂരിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചീപ്പ് റേറ്റിന്റെ സാധനം ഏകദേശം 50, 60, 70, 80 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കണ്ടിട്ട് നമ്മൾ അതിൽ പോയി വീഴും. എന്താ സംഭവിക്കുക, ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ അരിപ്പ് കുത്തുപോലെയായി വരും. അപ്പൊ എന്താവും, അങ്ങനെ ഞാൻ ഒരുപാട് സൈറ്റിൽ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് വെച്ചിട്ട് അങ്ങനെ അരിപ്പ് കുത്തുപോലെയായ സാധനം ഞാൻ മാറ്റി. അപ്പൊ നമ്മൾ അങ്ങനത്തെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ, മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ പണിക്കാർക്ക് മനസ്സിലാവും. കരശീലം ചെയ്യുന്നതുകൊണ്ട് ഏതെല്ലാം മെറ്റീരിയൽ എന്തെല്ലാം കംപ്ലൈന്റ് വരുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. അതുപോലെ മാർബിൾ എടുക്കാൻ പോകുമ്പോൾ ഈ മാർബിളിനുള്ള ക്രാക്ക് ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് വീട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഈ പണിക്കാർക്കാകുമ്പോൾ അതെല്ലാം മനസ്സിലാവും. ഞാനിപ്പോ ഒരു സൈറ്റിൽ ഇതുപോലെ ചെയ്തുതരാം. അവര് രാജസ്ഥാനിൽ പോയിട്ട് എടുത്തിയാ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു 45 കല്ല് കറക്റ്റാ, പിന്നെ അതിന്റെ ഉള്ളിൽ വരുന്നല്ലോ ഫില്ലിങ്ങാ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അത് റിട്ടേൺ കയറ്റിയിട്ട് അവിടെ കൊണ്ടുപോയി, അതൊന്നും നടപടിയുള്ള കേസല്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോകുമ്പോൾ നിങ്ങൾ പണി ആരാണോ എടുക്കുന്നത് ഓരെ കൂട്ടിയിട്ട് പോയിട്ട് കറക്റ്റ് അവിടെ നിന്ന് അത് ചെക്ക് ചെയ്ത് ഓരോ പീസും ചെക്ക് ചെയ്തിട്ട് വേണം കയറ്റി ഇവിടെ എത്തിച്ച് പണി തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങളെ പൈസ നഷ്ടപ്പെടും, 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ ഇതിലെല്ലാം നോക്കിയാൽ അങ്ങനെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ടൈൽസ് ഇപ്പോ അറിയാലോ, ടൈൽസ് ബ്രാൻഡഡ് ടൈൽസും വരുന്നുണ്ട്, അല്ലാത്ത ടൈൽസും വരുന്നുണ്ട്. പൈസ ഉണ്ടെങ്കിൽ ബ്രാൻഡഡ് നോക്കിയിട്ട് എടുക്കുക. ബ്രാൻഡഡ് ടൈൽസ് വെക്കുന്നതുകൊണ്ട് കുറെ ഗുണമുണ്ട്. അപ്പൊ പൈസ ഉള്ളവര് ബ്രാൻഡഡ് നോക്കിയിട്ട് എടുക്കുക. നമുക്ക് ബഡ്ജറ്റൊക്കെ കുറഞ്ഞ് സാധാരണക്കാർ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അത്യാവശ്യം ടൈൽസിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ മാർബിളിനും ഗ്രാനൈറ്റും ആണ് കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്രാനൈറ്റ് ഉണ്ട് കേട്ടോ, ഗ്രാനൈറ്റ് നല്ല ഗ്രാനൈറ്റ് ഉണ്ട്. ഈ ആന്ധ്രയിൽ നിന്നെല്ലാം വരുന്നത് നല്ല ഗ്രാനൈറ്റാണ്. അതൊന്നും ചെയ്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഫ്ലോറിങ്ങിന് നല്ലത് ഗ്രാനൈറ്റ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ്ങാ, പിന്നെ ഒന്നും ചെയ്യണ്ട. നല്ല പണിക്കാർ വെച്ച് വൃത്തിയോടെ ചെയ്യിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നല്ല മെറ്റീരിയൽ വേറെ ഇല്ല. മാർബിളെല്ലാം മാറിക്കും. മാർബിളിന്റെ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ കഴിയുമ്പോൾ മാർബിൾ ചെയ്ത് കുറെ കഴിയുമ്പോൾ ക്രാക്ക് വരാൻ തുടങ്ങിയിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഹിന്ദിക്കാരെ വെച്ചിട്ടാണ് ഭൂരിഭാഗം ആളുകൾ പണിയെടുപ്പിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് പഠിച്ചവരല്ലേ, അവര്
എന്താ പറയാ, അങ്ങനെ ഹെൽപ്പറായിട്ട് ഇവിടെ വരും. 2 ദിവസം ആരെങ്കിലും കൂടെ പോകും, 3ാമത്തെ ദിവസം എനിക്കറിയാമെന്ന് പറഞ്ഞ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി അവര് ഒന്നാമത്തെ സാധനം കണ്ടവാനും വേസ്റ്റ് ആക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമ്മായൊന്നും കറക്റ്റ് മിക്സ് ആക്കില്ല. അതിലൊക്കെയാണ് കുറേ പ്രശ്നം. ഈ കുമ്മായം കറക്റ്റ് മിക്സ് ആവാത്തതിലൊക്കെയാണ് കുറേ പ്രശ്നങ്ങൾ വരും. ഞാൻ എത്രയോ വീടുകളിൽ പോയി എന്നറിയാം. ഇങ്ങനെ ഈ മാർബിളും ഗ്രാനൈറ്റെല്ലാം വെച്ച് വിടുക, അടർന്ന് വീഴുക, ക്രാക്ക് വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒത്തിരി വീടുകളുണ്ട്. അതിൽ ഈ വർക്കേഴ്സിന്റെ പ്രശ്നം. നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കംപ്ലൈന്റും വരില്ല. ടൈലായിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല. അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങളാണ് വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെ വർക്ക് പോയിട്ട് നോക്കണം. നിങ്ങളുടെ വീട്ടിന്റെ വർക്ക് നിങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയിട്ട് അവരെ വർക്ക് കണ്ട് ആ വീട്ടുകാരോട് ചോദിച്ച് ഇവരെ വർക്ക് എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. നമ്മൾ ഈ സ്ക്വയർ ഫീറ്റിന് 1-2 രൂപ കുറവ് നോക്കിയിട്ട് വർക്ക് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്കൊരു 5-10 കുറഞ്ഞു കിട്ടും. 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴത്തേന് ഇത് അടർന്നു വരാനും ഇളകാനെല്ലാം തുടങ്ങും. അപ്പം എന്താവും, ഇതിപ്പം ചെലവാക്കിയതിന്റെ 2 ഇരട്ടി പൈസ പിന്നെയും ചെലവാക്കണം, അത് പൊളിച്ചിട്ട് മാറ്റിയേക്കണേ. അപ്പം പിന്നെ അതല്ല, നമുക്ക് അതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും. ഫുള്ള് പൊടി കാര്യങ്ങൾ നമ്മൾ പിന്നെയും പെയിന്റ് ചെയ്യണം, കുറേ പ്രശ്നങ്ങൾ വരും. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഇപ്പം അന്നേരത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വീട്ടിൽ കൊണ്ട സമയത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഒന്ന് എന്താ പറയുക, ഇപ്പം നല്ല രീതിക്ക് ചെയ്യുന്ന പണിക്കാരാണെങ്കിലും റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ വർക്കെല്ലാം കൃത്യമായിട്ട് പോയി നോക്കി കൊടുക്കുക. ഈ നാട്ടിലില്ലാത്ത കുറേ അങ്ങന്ന് വന്ന് ഒരു മലയാളം എന്താ പറയുക, 1 മാസം 2 മാസമായ ഹിന്ദിക്കാർക്ക് പണി കൊടുത്തിട്ട് അത് ഫുള്ള് കളഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ചിന്തിക്കുക, അയ്യോ അവിടെ ശരിയായില്ലല്ലോ, ഇവിടെ പൊന്തിപ്പോയല്ലോ, ഇവിടെ ഗ്യാപ്പാലോ, അവിടെ ഗ്യാപ്പാലോ, ഇതെന്താ ചെയ്യുക, ടൈല് ഇളകാൻ തുടങ്ങിയില്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഒരു തവണ വീട്ടിൻ്റെ ഇങ്ങനത്തെ പണികളെല്ലാം ഒരു തവണ എടുക്കുക. അപ്പം ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നമുക്ക് വീടുകളിലൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രാനൈറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ട് ടൈൽസ് ആയാലും പ്രശ്നമൊന്നുമില്ല. മാർബിളും നല്ല രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ മാർബിള് എനിക്ക് അത്ര അഭിപ്രായം പോരാ. കാരണം മാർബിള് ഈ ആദ്യം ഇടുമ്പോൾ നല്ല ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന എല്ലാവരും പറയുന്നത് മാർബിളില് നാച്ചുറൽ ആയതുകൊണ്ട് വാദത്തിന്റെ പ്രശ്നം വരില്ല, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾ ഈ മാർബിള് ചെയ്യുന്നു. മാർബിള് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല മാർബിൾ ഒരു 10 കൊല്ലത്തിൽ കൂടുതൽ നിൽക്കൂല. കാരണം അപ്പാട് പിന്നെ കറ പിടിക്കും ഒന്നാമത്, പിന്നെ അത് ക്രാക്ക് വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണെങ്കിൽ ലൈഫ് ലോങ് ആണ് കേട്ടോ. ഗ്രാനൈറ്റ് നമ്മൾ ചെയ്ത വീടുകൾ ഇപ്പോഴും പുതിയതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഒന്നും ചെയ്യണ്ട, നമ്മൾ തുടക്കുന്നേരം ഇതിന് കളറ് കൂടി വരിക ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫ്ലോറിങ്ങിന്റെ വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്യാനും പിന്നീട് നമുക്കൊരു പണിയിലേക്ക് വരാണ്ടിരിക്കാനും കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ മേടിക്കാൻ പോകുമ്പോൾ പണി അറിയാവുന്നവർ കൂട്ടിയിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. നമ്മളിപ്പോൾ ഒരു ദിവസത്തെ കൂലി നിങ്ങളുടെ കൂടെ വരുന്നതിന് ഒരു ദിവസത്തെ കൂലി അവന് കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വേണം. അപ്പം അത്രയും നല്ല സാധനം മേടിച്ചു തരാൻ, അതുപോലെ അവിടെ നിന്ന് വില കുറച്ച് ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനെത്ര പൈസ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം ഈ ടൈൽസ് പണിയെടുക്കുന്ന നമുക്കറിയാം. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇപ്പം നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഷോപ്പിലെ ആൾക്കാർ പറയും പണിക്കാരെ കൂട്ടിയിട്ട് വരണ്ട എന്നാലും പറയും. കാരണം വേറെ ഒന്നല്ല, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ഇപ്പം നിങ്ങൾ 85 രൂപയുടെ സാധനമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ 110 രൂപയ്ക്ക് ഓർത്ത് തരിക, എന്നിട്ട് അതിൽ നിന്ന് 10 കുറയ്ക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പണിക്കാരെ കൂട്ടിയിട്ട് പോയാൽ ആ കളി എടുക്കൂല. പണിക്കാർ കറക്റ്റായിട്ട് അതിന്റെ വില അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ 85 സാധനമാണെങ്കിൽ നിങ്ങൾക്ക് അത് 75 മേടിച്ചു തരും. അപ്പൊ ഈ കടക്കാര് നമ്മളിപ്പം പണ്ടെല്ലാം ഇപ്പൊന്നും അധികം അങ്ങനെ കമ്മീഷനും കാര്യങ്ങളൊന്നും ഷോപ്പിൽ നിന്നൊന്നും അങ്ങനെ തരുന്നൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറെ കൂട്ടിയിട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പൈസ തരിക, അല്ലാണ്ട് വീട്ടുകാരെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസ മേടിച്ചിട്ട് തരികയല്ലേ ചെയ്യുക. നമുക്ക് അവര് മേടിക്കുന്ന പൈസയിൽ നിന്ന് നമ്മളെ പിന്നെ അവർക്ക് കസ്റ്റമർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു പൈസ നമുക്കറിയാം. ഇപ്പൊ നമ്മളെ സൈറ്റിൽ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട്, ടൈൽസ് എടുക്കാൻ പോകുന്ന സമയത്ത് പറയും നിങ്ങൾ പണിക്കാരെ കൂട്ടിയിട്ട് വരണ്ടേ, ഓറ് വന്നാൽ പ്രശ്നമാണേ, ഓർക്ക് പൈസ കൊടുക്കേണ്ടി വരും എന്നല്ല ഷോപ്പിലെ ആൾക്കാർ തന്നെ പറയും. എന്നിട്ട് എന്ത് പണിയെടുക്കും, ആർക്കും വേണ്ടാത്ത സാധനം വീട്ടുകാരുടെ മേലെ അടിച്ചേൽപ്പിക്കും. എന്നിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വീട്ടുകാർ ചിന്തിക്കുക, അയ്യോ അത് ഒരു രസമില്ലല്ലോ, ഇതിങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ.
ഈ ഗ്രാനൈറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ക്രാക്കുള്ള പീസൊക്കെ വീട്ടുകാർക്ക് എന്താ തിരിയുക, വീട്ടുകാരെ മേലേന്ന് ഒരു പീസ് കാണിച്ചു കൊടുക്കും. നമ്മൾ പണിക്കാരാവുന്നെങ്കിൽ ഓരോ സ്ലാബും മാറ്റുന്നതിനനുസരിച്ച് തുടച്ച് വൃത്തിയാക്കി പൊട്ടുണ്ടോ, ക്രാക്ക് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മളത് എടുത്തു കൊടുക്കുക. കാരണം നമ്മളെ ഉത്തരവാദിത്തം, നമ്മൾ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് നമ്മൾ അത്രയ്ക്ക് നോക്കിയിട്ടാണ് സാധനം എടുക്കുക. പക്ഷെ നേരെ മറിച്ച് വീട്ടുകാർ മാത്രം പോകുന്നെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിക്കട്ടെ. അവിടെ ചെന്ന് കഴിയുമ്പോൾ വീട്ടുകാർക്ക് ഇത് മേലെ നോക്കുമ്പോൾ ഒരു മഞ്ജു മാത്രമേ അറിയൂ. ക്രാക്കും പൊട്ടി ഇതെല്ലാം മേടിച്ചുകൊണ്ട് വരും. അവസാനം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പണിക്കാർ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ ഇതെല്ലാം കാണും. പിന്നെ അത് മാറ്റേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ചിലർ പറയും അത് കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ വെച്ചോന്ന് പറയും. അങ്ങനെ വെച്ച് കുറേ കഴിയുമ്പോൾ ഉണ്ടാവും എന്ത് പറ്റും, ഈ സാധനം എല്ലാം അടർന്ന് താഴെത്തും, അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ വരും. അപ്പം പറയും ടൈൽസ് വെച്ചാൽ ശരിയല്ല എന്ന് പറയും. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിനൊന്നും നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ അതിൽ നോക്കിയിട്ടാണ് അതിൻ്റെ പരസ്യം കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നതാണ്. പക്ഷെ അതൊന്നും ഒരു ഇതല്ല. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ പണി ആർക്കാണ് കൊടുക്കുന്നത്, അവരെ വീട്ടിൻ്റെ അവരെ വർക്ക് പോയി കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അവർ ചെയ്ത വീടുകളിൽ, ഒരു വീടൊന്നുമല്ല, ഒരു 1, 2, 3 വീട് പോയി നോക്കുക. നോക്കിയിട്ട് 3 വീട്ടിൽ നിന്ന് അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം പണി ഏൽപ്പിച്ചതിന് ശേഷം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ച് കറക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു കൊടുത്ത് നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ ഫ്ലോറിങ്ങിൻ്റെ പണീനെ കുറിച്ച് തിരിഞ്ഞു നോക്കേ വേണ്ട. അല്ലെങ്കിൽ എന്താവും, നമ്മൾ എല്ലാ കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം 5 കൊല്ലം ഒക്കെ കൂടുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് പൈസ ചെലവാക്കേണ്ടി വരും. പിന്നെ ലീക്ക് വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ബാത്റൂമെല്ലാം ചെയ്യുന്ന സമയത്ത് സാധാ കോൺക്രീറ്റ് എല്ലാം ചെയ്യുമ്പോൾ മേലത്തെ ഇപ്പം നമ്മൾ 2ാം നിലേൻ്റെ ബാത്റൂമൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കടുപ്പത്തിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യണം. നമ്മൾ മെയിൻ വാർപ്പിന് ചെയ്യുന്ന അതേ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എങ്ങനെയെങ്കിലും ആരോടെങ്കിലും സാധാ കോൺക്രീറ്റ് ചെയ്യുന്ന പോലെ ഇടും. കുറേ കഴിയുമ്പോൾ ലീക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ചിന്തിക്കുക, അയ്യോ ബാത്റൂമിൽ ലീക്ക് വരുന്നുണ്ടല്ലോ എന്നൊക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണീൻ്റെ വൃത്തി, ഇപ്പോൾ നിങ്ങൾ പണിക്കാരൻ്റെ കൂടെ പോകുമ്പോൾ അവരെ വർക്ക് നോക്കുമ്പോൾ അവരെ വർക്ക് എത്രത്തോളം വൃത്തിയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും ഒരു നല്ല പണിക്കാരാണെങ്കിൽ ബാത്റൂമൊക്കെ ചെക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർണർ സൈഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും പണിക്കാരൻ്റെ വൃത്തി. കാരണം കോർണറെല്ലാം കറക്റ്റ് തൂക്കും, അതുപോലെ തന്നെ കട്ടിങ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ സൈറ്റിൽ പുതിയ ആരെങ്കിലും പണിക്ക് വന്നാൽ ഞാൻ അതാ നോക്കുക. ആദ്യമേ തന്നെ നോക്കും ഈ കോർണറെല്ലാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാറൂല. ഫസ്റ്റ് പീസ് വെച്ച് 2ാമത്തെ പീസ് വെക്കുമ്പോൾ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, എടാ അത് അങ്ങനെ ചെയ്യരുത്, ഗ്യാപ്പ് അത്രയും വരാൻ പാടില്ല. ഇപ്പം ബാത്റൂമിൻ്റെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ 2mm 3mm അതിലപ്പുറം ആ കട്ടിങ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ കട്ട് ചെയ്ത സ്ഥലമെല്ലാം ഡിസ്ക് അടിക്കാണ്ട് ചെയ്യരുത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഇപ്പം എന്തെങ്കിലും കംപ്ലൈന്റ് തോന്നിയാൽ തന്നെ നമ്മൾ അതപ്പാടും പറിച്ചു മാറ്റി ക്ലിയർ ആക്കും. കാരണം വീടെന്ന് പറയുന്നൊരു എത്ര പൈസ ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ അവരൊരു സ്വപ്നമാണ്. അപ്പം ആ സ്വപ്നം അവരത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ല നമ്മളായിട്ട് ഇടയാക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റിന് 2 or 3 ഒക്കെ കുറവ് നോക്കിയിട്ട് എങ്ങൊന്നും വരുന്ന പേരും അറിയില്ല നാടും അറിയില്ലാത്ത ഹിന്ദിക്കാരെ ഏൽപ്പിച്ചു കൊടുത്ത് അവര് ചെയ്ത് ഇവിടെ നാട്ടിലുള്ള ആൾക്കാരെക്കാളും കൂടുതൽ പൈസയും മേടിച്ചിട്ട് അവരങ്ങ് പോകും. അവസാനം എന്താവും, അയ്യോ എൻ്റെ വീട്ടിൽ മാർബിൾ വെച്ചിട്ട് അങ്ങനെ, എൻ്റെ വീട്ടിൽ ടൈൽസ് വെച്ചിട്ട് ഇങ്ങനെയായി, എൻ്റെ വീട്ടിൽ ഗ്രാനൈറ്റ് വെച്ചിട്ട് ഇങ്ങനെയായെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഒരു തവണ ചെയ്യൂ, അപ്പം നല്ല രീതിക്ക് ചെയ്യണം. അപ്പം നല്ല വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക, വർക്ക് കൊടുക്കുക, അവരെ വർക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിന് ഇപ്പോൾ എത്ര പൈസ ആയിക്കോട്ടെ, വലിയ പൈസേൻ്റെ ആയിക്കോട്ടെ ചെറിയ പൈസേൻ്റെ ആയിക്കോട്ടെ, നല്ല രീതിക്ക് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ വീടിൻ്റെ അവിടെ ആരാണോ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും വിളിച്ചാൽ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും. കാരണം നമ്മളിപ്പോൾ പലരും ഇപ്പോൾ കോട്ടയത്ത് പണിയെടുക്കാൻ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് ആൾക്കൊണ്ടുപോകും, കണ്ണൂർ പണിയെടുക്കാൻ കോട്ടയത്ത് നിന്ന് ആൾക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല പണിക്കാരാണ് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് അതെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി തരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നല്ലത്. അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ നമ്മൾ ഫ്ലോറിങ്ങിൻ്റെ പണി ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നല്ല രീതിക്ക് വർക്ക് ചെയ്യുക. ഓക്കെ.